ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ വീക്കെൻഡ് പ്രിപ്പറേഷൻസ് എന്നൊക്കെ പറയാം. നമ്മൾ കുക്കിംഗ് എളുപ്പമാകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടപ്പ എന്ന് പറഞ്ഞ് കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. എപ്പോഴും നമുക്ക് കുക്കിംഗ് ചെയ്യാനുള്ള ഒരു മൂഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ല മൂടുള്ള സമയത്ത് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ മൂടില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പോൾ കുട്ടികൾക്ക് രാവിലെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ രാവിലെ എനിക്ക് നമുക്ക് ഇപ്പോൾ ഒന്ന് നേരം വൈകിയാൽ പോലും കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫൊക്കെ ആണെങ്കിലും ഒന്ന് ഈസി ആയിട്ട് തന്നെ മാറും. ശരിയല്ലേ? അപ്പോൾ അത് ഞാൻ നാളികേരമൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു ഇവിടെ നാളികേരം കിട്ടുന്നത് ഇതുപോലെയാണ് കേട്ടോ. പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലുള്ള ഒരു ചകിരി അടക്കമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ നാളികേരം ഫ്രിഡ്ജിലാണ് സാധാരണ രീതിയിൽ വയ്ക്കുക. ഇവിടെ നാളികേരം വാങ്ങിച്ചിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായിട്ട് പോകാറുണ്ട്. ഒരുപാട് ഫ്രഷ് നാളികേരം അല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം കേട്ടോ. അപ്പോൾ നാളികേരം വെള്ളമൊക്കെ ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റണത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമുക്കൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നാളികേരമൊക്കെ ഒന്ന് ഉടച്ച് എടുത്ത് ഇങ്ങനെ വെക്കണം. അപ്പോൾ നാളികേരമൊക്കെ ചെരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ മിക്ക ഐറ്റംസിലും നാളികേരം അതുപോലുള്ള കാര്യങ്ങൾ വേണം. പിന്നെ ലഞ്ചിനൊക്കെ കറി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നാളികേരമൊക്കെ വേണ്ട. അപ്പോൾ രാവിലെ കുക്കിംഗ് ചെയ്യണ സമയത്ത് ഈ നാളികേരമൊക്കെ ചെരുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിങ്ങൊക്കെ അത്യാവശ്യം ലേറ്റായിട്ട് മാറും അല്ലേ, കുറേ സമയം എടുക്കും. ഇത് എല്ലാം റെഡിയായി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കിങ്ങൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ വരില്ല. അപ്പോൾ അതൊക്കെ പിന്നെ ഒന്ന് ആ ഒരു ഭാഗമൊക്കെ അപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. എന്താ പറയുക, കിച്ചണൊക്കെ നല്ല മെസ്സിയായിട്ട് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ. അപ്പോൾ തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നാളികേരം ചെരുക്കൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീക്കെൻഡ്സിലൊക്കെ ഇപ്പോൾ എന്താ പറയുക, സമയമുള്ള സമയത്ത്, ചിലപ്പോൾ വീക്കെൻഡിലൊന്നും സമയം ഉണ്ടാവണമെന്നൊന്നുമില്ല. പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഇതുപോലെ കുറച്ച് സമയം ഉള്ള സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ബാറ്റർ അരച്ച് വയ്ക്കൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരാഴ്ച വലിയ കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും കേട്ടോ. അപ്പോൾ ചില സമയത്ത് ദോശ ബാറ്ററും അപ്പത്തിൻ്റെ ബാറ്ററും രണ്ടും ഒരുമിച്ച് അരച്ച് വയ്ക്കാറുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ അപ്പത്തിൻ്റെ ബാറ്റർ മാത്രം അരച്ച് വയ്ക്കും, അല്ലെങ്കിൽ ദോശയുടെ ബാറ്റർ മാത്രം അരച്ച് വയ്ക്കും. അപ്പോൾ അങ്ങനെ ബാറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുക്കിങ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്യാമല്ലോ. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലൊക്കെ ആകുമ്പോൾ ഇപ്പോൾ പെട്ടെന്നൊരു സ്നാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ദോശ ബാറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാനും പറ്റും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് എടുത്ത് തൊലി കളയുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചാലും നമുക്ക് കുറേ സമയം ലാഭമാണ് അല്ലേ. അപ്പോൾ ഇത് പേസ്റ്റ് ആക്കിയിട്ട് വെക്കാം, അല്ലെങ്കിൽ മുഴുവനോട് കൂടി വെക്കാം. പല ടൈപ്പ് കറികൾക്കും പല രീതിയിലല്ലേ നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ചില നാടൻ കറികൾക്കൊക്കെ ആണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുന്നതായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരാം. അല്ലെങ്കിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിഷസ് അല്ലെങ്കിൽ മസാലക്കറികൾ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പേസ്റ്റായിട്ട് നന്നായിട്ട് വരും. അപ്പോൾ രണ്ട് രീതിയിലും എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്യണത് നന്നായിരിക്കും. അപ്പോൾ അതേ കുട്ടികൾ ഇവിടെ ഇപ്പോൾ വെക്കേഷൻ അവസാനിക്കുന്നൊരു സമയമാണല്ലോ, അത് കാരണം എന്തെങ്കിലും ഗെയിംസൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് വീശിയിട്ടാ കറണ്ട് പോയി. അപ്പോൾ ഞാൻ ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്യണ സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ. പെട്ടെന്ന് തന്നെ മഴയും പെയ്തു. ഇവിടെ അങ്ങനെ കറണ്ട് പോല് അങ്ങനത്തെ കാര്യങ്ങൾ പോവാറുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ അറിയാറില്ല കേട്ടോ, DG ഉള്ളത് കൊണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കറണ്ട് പോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത്. എന്തൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ട്രീഷ്യനെ വിളിച്ച സമയത്ത് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണ് പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചത്. ബ്രെഡും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ ഡിന്നർ. അപ്പോൾ എല്ലാവരും ആ ഒരു കറണ്ട് പോയ സമയത്ത് അത് എൻജോയ് ചെയ്തു. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് അല്ലേ മമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് ഡിന്നറൊക്കെ കഴിച്ചു. കാരണം കറണ്ട് പോകാത്ത കാരണം നമുക്ക് വേറെ ഓപ്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ലായിരുന്നു. പിന്നെ കറണ്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ ഈ നാളികേരമൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ചെരുക്കി വെച്ചു കേട്ടോ. 2 വലിയ നാളികേരമായിരുന്നു, അത് മൊത്തത്തിൽ ചെരുക്കി വെച്ചു. പിന്നെ അത് കഴിയുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെരുക്കി വെക്കാറ്. അപ്പോൾ ചിലപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3-4 നാളികേരമൊക്കെ ഒരുമിച്ച് ചെരുക്കി വെക്കണം ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയതിന് ശേഷം ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കാറ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധിക ദിവസം അങ്ങനെ ഇരിക്കില്ലല്ലോ, പെട്ടെന്ന് നാളികേരമൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേടായൊക്കെ പോവില്ലേ.
പിന്നെ ഇങ്ങനെ ചെരുക്കി വയ്ക്കുമ്പോൾ ഉള്ളൊരു ഗുണം ഈ ചിരവ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴെപ്പോഴും നമുക്ക് ക്ലീൻ എടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. ഒറ്റ പരിപാടിയിൽ എല്ലാം കഴിയും. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ. ഇനി അത് നന്നായിട്ട് കഴുകുകയാണ്. കാരണം അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. കഴുകിയതിന് ശേഷം അത് നന്നായി ഡ്രെയിൻ ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ സ്റ്റോർ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കേട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു ടവലോ എന്തെങ്കിലും ടവൽ ഉപയോഗിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തുടച്ചതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒന്നും കൂടിയും നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചി ചതച്ച് വയ്ക്കാനും അതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടല്ലോ, നാടൻ കറികൾക്ക് ചതച്ച് ചേർക്കാനും പിന്നെ നമ്മളിപ്പോൾ പാസ്ത അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തിടുന്ന ചൈനീസ് ഐറ്റംസ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ആ സമയത്ത് എന്താ പറയുക തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാക്കി മിക്സിയുടെ ചെറിയൊരു ജാറിലേക്കാണ് ഞാനിതുപോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഉപയോഗിക്കണവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിപ്പോൾ എനിക്ക് ഒരാഴ്ചയ്ക്കൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ കഴിയുമ്പോഴേക്കാണ് ഞാൻ പിന്നെ ചെയ്ത് വെക്കാറ്. പിന്നെ സമയമില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് മാത്രം തൊലി കളഞ്ഞ് അങ്ങനെ ചെയ്യാറ് കേട്ടോ. ഇതിപ്പോൾ അതേ നാടൻ മുളകാണ് ഒരു 7 ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുണ്ട്, അത് കാരണം ഇത്രയും തന്നെ മതി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ കുറേ കണ്ടെയ്നേഴ്സ് ഒന്നും തുറന്ന് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റയടിക്ക് തന്നെ ഈ ഒരു പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ച് തന്നെയായി. ഇത് അത്യാവശ്യം ഇരിക്കുകയും ചെയ്യട്ടെ. ഞാൻ അത് ഫ്രിഡ്ജിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഫ്രീസറിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യാം. ഇപ്പോൾ ഐസ് ക്യൂബ്സൊക്കെ വെക്കുന്ന ആ ഒരു ട്രേയിലാക്കിയതിന് ശേഷം ഫ്രീസ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ക്യൂബ്സായി വന്നതിന് ശേഷം ഫ്രീസ് ആയതിന് ശേഷം നിങ്ങൾക്കതൊരു സിപ്ലോ കവറിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ പാത്രത്തിൽ ഇപ്പോൾ പ്ലേറ്റിലൊക്കെ അങ്ങനെ നിരത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ സിപ്ലോ കവറിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇത് പല മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ പ്രിസർവേറ്റീവായിട്ട് വിനാഗിരി ഉപ്പൊക്കെ ചേർത്തിട്ട് കൂടുതൽ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഞാൻ അത്ര ഒരുപാട് നാളത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെക്കാറില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റെസിപ്പീസ് ഷെയർ ചെയ്യാം കേട്ടോ. ഇതെപ്പോഴും ഞാനൊരു ഗ്ലാസ് ജാറിലാണ് സ്റ്റോർ ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കണം ചെയ്യും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോഴത്തേക്ക് കുറച്ച് മാത്രം ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ ബാക്കിയുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു നാളികേര വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് തന്നെ. അപ്പോൾ പഞ്ചസാര കുറച്ച് അത്യാവശ്യം ഒരു 3 ടേബിൾ സ്പൂൺ ആ ഒരു അളവിലൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയ സ്പൂണായിരുന്നു, അതാണ് ഞാൻ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ആ ഒരു പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അതിനുശേഷം ഞാൻ അടച്ച് കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. സ്കൂൾ തുറന്നു. ഇവർക്കാണെന്നുണ്ടെങ്കിൽ സ്കൂൾ തുറന്നതിന് ശേഷമാണ് ബുക്സൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്സ് ആണെന്നുണ്ടെങ്കിലും നോട്ട് ബുക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനും അനുപെണ്ണും കൂടിയിട്ടാണ് ഇത് കവറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം കുറേ ബുക്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ കുട്ടികളെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ട്. അവർക്കും പൊതുവെ ഇഷ്ടമാണ് ഇത് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ, കുട്ടികളും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടിയെല്ലാം തീരുമല്ല. അപ്പോൾ കുട്ടികൾ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിയും. പക്ഷേ അവർക്കും ഇഷ്ടമാകുമ്പോൾ അവരും കൂടെ അങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എല്ലാം ഞങ്ങളിങ്ങനെ കവർ ചെയ്ത് പേരൊക്കെ എഴുതി അങ്ങനെയൊക്കെ എടുക്കണം. പേരൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നൊക്കെ പേരെഴുതിയിട്ടായിരിക്കുമല്ലോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാറ്. അപ്പോൾ നന്ദു സ്റ്റാപ്ലർ കാര്യങ്ങളൊക്കെ അടിക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ ബുക്ക് ആയ കാരണമാണ് ഇത് നന്ദു ചെയ്യണത് കേട്ടോ. അപ്പോൾ ചൂച്ചുവിൻ്റെ ബുക്കാണെങ്കിൽ ചൂച്ചു ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഒന്ന് കവർ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ തുറന്നുള്ളൂ, അത് കാരണം അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ബുക്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനിടയിൽ പുറത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയി വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ അവലെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ള അവലാണ് കേട്ടോ, തിക്കായിട്ടുള്ള അവൽ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് കുതിർത്തിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ നേരത്തെ ഈസ്റ്റും പഞ്ചസാരയും കൂടെ ചേർത്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഫെർമെൻ്റായിട്ട് വന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ.
അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു രീതിയിൽ. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത്, അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ഈസ്റ്റും പഞ്ചസാരയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളികേരം വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കള്ളിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അങ്ങനത്തെ ഒരു ഫ്ലേവറാണ് വരിക. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ദേ അതിലേക്ക് എന്താ പറയുക, നാളികേരം ചെരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അരിപ്പൊടി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാവുന്ന ഈസി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. 2 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ 1 കപ്പ് നാളികേരം ചെരുകിയതും പിന്നെ 1/2 കപ്പ് അവൽ, ആ ഒരു അളവിലാണ് എടുക്കണത്. അവലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് ഉപയോഗിക്കാം കേട്ടോ. ഈസി റെസിപ്പീസ് എന്നുള്ളൊരു കാറ്റഗറിയാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ്. നാളികേരം വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ടേസ്റ്റി കേട്ടോ. നാളികേരം വെള്ളത്തിൽ ഈസ്റ്റ് ചേർത്തിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ അത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. 2 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, കുറച്ച് കൂടുതൽ അളവൊക്കെ ആവുമ്പോൾ. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് അരഞ്ഞ് വരാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുന്നു മാത്രം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഈസി റെസിപ്പീസ് ആകുമ്പോൾ അപ്പം, അതുപോലെ ഈ ദോശ ബാറ്ററൊക്കെ ഇതുപോലെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചുള്ള പരിപാടികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. ഈസിയാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആദ്യം ഞാനൊരു അവലും അതുപോലെ ഫെർമെൻറ്റ് ചെയ്തെടുത്ത നാളികേരം വെള്ളവും എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. അതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ഡയറക്റ്റ് ചേർത്ത് കൊടുക്കണം ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, ആ ഒരു അവലൊക്കെ ഒന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിന്നായിട്ടുള്ള അവല ഉപയോഗിക്കാം. തിന്നായിട്ടുള്ള അവലാകുമ്പോൾ നമുക്ക് സോക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ സോക്കായിട്ട് തന്നെ വരും. ഇതിപ്പോൾ അത്യാവശ്യം വെള്ളം നന്നായിട്ട് വേണം. വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം നല്ലപോലെ തന്നെ അബ്സോർബ് ചെയ്യും കേട്ടോ. ഈ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ അപ്പം നല്ല ടേസ്റ്റുമാണ്. നമ്മളിപ്പോൾ കപ്പി കാച്ചലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരാറുണ്ട്. ഞാൻ കൂടുതലിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യാറ്. പല രീതിയിൽ ചെയ്യാറുണ്ട്, പല രീതിയിൽ ചെയ്യുന്നതിന് പല ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം ഫെർമെൻ്റായിട്ട് മുകളിലേക്ക് പൊങ്ങി പോയരുതല്ലോ. അപ്പോൾ അതും കൂടി കണക്കാക്കി വലിയൊരു പാത്രം തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള അരിപ്പൊടിയിലേക്ക് ഞാൻ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിനുശേഷമാണ് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണമല്ലോ കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അവലെടുക്കുമ്പോൾ എപ്പോഴും വെള്ള അവലെടുക്കുന്നതായിരിക്കും ആ ഒരു അപ്പത്തിനൊക്കെ ഒരു നല്ല കളറൊക്കെ കിട്ടുക. ഇപ്പോൾ എന്താ പറയുക, റെഡ് അവല് ഉപയോഗിക്കാനും കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആയിരിക്കും, പക്ഷേ കളർ കിട്ടില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ ബാറ്റർ പലരും എൻ്റെ അടുത്ത് ചോദിക്കണ ഒരു കാര്യം, ചില ഈസ്റ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിന് ഭയങ്കര പുളി വരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈസ്റ്റ് നമ്മൾ ഏത് ഉപയോഗിച്ചാലും ഈ അപ്പം ഫെർമെൻ്റായിട്ട് വന്നപ്പോൾ തന്നെ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. ഇത് പിന്നെയും റൂം ടെമ്പറേച്ചറിൽ ഒരുപാട് സമയം ഇരിക്കുമ്പോൾ ഇതിന് ഭയങ്കര പുളിരസം വരും. അതിനൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് കൈവച്ചിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈവച്ച് മിക്സ് ചെയ്യുമ്പോൾ ഫെർമെൻറ്റേഷൻ ഒന്നും കൂടി വേഗത്തിലാവും. അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവൊക്കെ വേഗം ഫെർമെൻ്റായിട്ട് വരും. പിന്നെ ഇവിടെ വിൻ്ററിലാണ് കുറച്ച് ഫെർമെൻ്റായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ഫെർമെൻ്റ് ആയതിന് ശേഷം അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുക. പിന്നെ കുറച്ച് ദിവസമൊക്കെ വരെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാനും ഒക്കെ പറ്റും കേട്ടോ. ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറ്. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയി ഞാൻ അപ്പം ഉണ്ടാക്കൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ സ്കൂളുണ്ട്, അതുകൊണ്ട് തന്നെ രാവിലെ അപ്പം ഉണ്ടാക്കൽ കാര്യങ്ങളൊക്കെ തുടങ്ങി. കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ സവാളയുണ്ട്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്, കുറച്ച് നാളികേരവും കൂടെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഞാൻ വഴച്ചാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ സ്കൂളിലുള്ള ദിവസങ്ങളൊക്കെ ഞാൻ രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ എന്നാലാണ് നമുക്ക് സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പം റെഡി ആവുന്നത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള അപ്പവും ഇതുപോലെ തന്നെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വരാറുമുണ്ട്.
അപ്പോൾ പകലോ രാത്രി എപ്പോൾ അരച്ച് വെച്ചാലും ഒരുപാട് സമയം വെക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റിലൊക്കെ എന്താ പറയുക ഒരു പുളിച്ച ടേസ്റ്റൊക്കെ പോലെ ഫീൽ ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയിലൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഒരുപാട് ചൂടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരുപാട് സമയം വെക്കുമ്പോഴാണ് അങ്ങനെ. നമുക്കറിയാമല്ലോ അപ്പത്തിൻ്റെ മാവ് പൊങ്ങി വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ബബിൾസ് വരുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും സമയം തന്നെ വെച്ചാൽ മതി, പെട്ടെന്ന് റെഡി ആയിട്ട് വരും. പിന്നെ ഞാൻ രാവിലെ തന്നെ പനീറും കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം കട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഒരാഴ്ചയ്ക്കൊന്നും വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാറില്ല. മിക്കപ്പോഴും തലേ ദിവസം രാത്രി അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. ആദ്യമൊന്നും അങ്ങനെ ഞാൻ വെക്കാറില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഉണ്ടാക്കൽ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പം അങ്ങനെ അത്യാവശ്യം നമുക്ക് സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാനൊക്കെ വരും. പിന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. സാധാരണ നമ്മൾ വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്നത് പോലെയല്ലല്ലോ. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോന്ന് കാണിച്ച് പറഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ തലേദിവസമൊക്കെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്. ഇപ്പോൾ പനീറൊന്നും ഞാൻ കട്ട് ചെയ്ത് ഒന്നും വെക്കണമെന്നില്ല. പ്രത്യേകിച്ച് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈസിയാണ്. ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കുട്ടികളൊക്കെ രാവിലെ നേരത്തെ പോകുന്നവർക്കും ഒക്കെ ഈസിയാണ്. പിന്നെ സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും മാങ്ങയൊക്കെ കട്ട് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാം ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനത് ലഞ്ച് ബോക്സിലേക്ക് മാറ്റിയാണ്. ഈ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഫുൾ സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സ് നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു. എല്ലാ പ്രാവശ്യവും ഫാൻസി ടൈപ്പ് ടിഫിൻ ബോക്സാണ് വാങ്ങിക്കാറ്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ക്ലിപ്പ് എവിടെയെങ്കിലുമൊക്കെ പൊട്ടും. എന്നും ടിഫിൻ ബോക്സിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്, ഫുൾ സ്റ്റീലാകുമ്പോൾ ഹെൽത്തിയാണ്. അപ്പോൾ അത് കാരണം ഈ പ്രാവശ്യം പിന്നെ ഇങ്ങനത്തെ വാങ്ങിച്ചു. അപ്പോൾ അപ്പം തന്നെയാണ് ഇന്നിപ്പോൾ സ്കൂളിലേക്ക് ഞാൻ കൊടുത്തേക്കുന്നത്, വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇത് ആൽമണ്ട്സും കുറച്ച് ഇതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഇത് പനീർ കറി റെഡി ആയിട്ടുണ്ട്, മാങ്ങ സ്നാക്ക് ബോക്സിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ സീസണൽ ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനത്തെ ഹെൽത്തി സ്നാക്സൊക്കെയാണ് സാധാരണ സ്കൂളിലേക്കൊക്കെ ഇവർക്ക് കൊടുത്തേക്കാറ്. അപ്പോൾ നന്ദുവിന് എഗ് കറി മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 2 പേരുടെയും ടേസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എഗ്ഗ് ഞാൻ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി സെയിം തന്നെ, പക്ഷേ ഒരെണ്ണത്തിൽ എഗ്ഗ് ചേർക്കും, ഒരെണ്ണത്തിൽ പനീർ ചേർക്കും. ആ ഒരു രീതിയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ രാവിലെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ബ്ലഡ് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ആൾ പോയി. ഒരെണ്ണത്തിൽ ഞാൻ എഗ്ഗാണ് ഇട്ടത്, ഒരെണ്ണത്തിൽ പനീർ. അപ്പോൾ സെയിം കറി, ആ ഒരു പനീർ ബട്ടർ മസാലയുടെയൊക്കെ ആ ഒരു രീതിയിലുള്ള ഒരു കറിയാണ് ഞാൻ റെഡിയാക്കിയത് കേട്ടോ. പിന്നെ അനൂപേട്ടൻ ലഞ്ച് ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അനൂപേട്ടൻ കുട്ടികളെ റെഡിയാക്കൽ, ലഞ്ച് ബാഗ് പാക്ക് ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനൂപേട്ടൻ ചെയ്യും. ഞാൻ കുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളാണ് എപ്പോഴും ചെയ്യാറ് കേട്ടോ. അങ്ങനത്തെ കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോവാണ്. അങ്ങനെ ഈ ഒരു വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.